നടി ഗൗരി കിഷനെതിരായ ബോഡി ഷെയ്മിംഗ് പരാമർശത്തിൽ മാപ്പു പറഞ്ഞു യൂട്യൂബർ RS കാർത്തിക്. തന്റെ ചോദ്യം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നും കാർത്തിക് പറഞ്ഞു. அந்த பொண்ணை அவங்கள நான் பாடி ஷேம் பண்ணல, இடையே தான் ஹீரோ கிட்ட தூக்குனதுனால கேட்டோம். அது தவறாக புரிந்து கொள்ளப்பட்டு அது ஒரு ஜாலியான கொஸ்டினாக கேட்கப்பட்டது. அது தவறாக புரிந்து கொள்ளப்பட்டது. அதுக்காக அவங்க மனசு அவங்களுக்கு பாதிக்கப்பட்டிருந்தா, ஏன்னா அவங்க ஒருத்தரை தாக்கணுங்கிறது என் எண்ணம் இல்லை அப்படின்னு இன்னைக்கு ட்விட் போட்டிருக்காங்க. எனக்கும் அவங்க மனசை நோக்கடிக்கணுங்கிறது எண்ணம் இல்லை. இந்த நிகழ்வால் ஏதாவது அவங்களுக்கு மன வருத்தம் ஏற்பட்டிருந்தா, மன காயம் ஏற்பட்டிருந்தா, இது எல்லோருமே அவங்களுக்கு ஆதரவாக இருக்கிறாங்க. அப்படிங்கிறப்போ நாமளும் நம்ம நிலையிலேருந்து இறங்கி வரணும் அப்படின்ட்டு நான் இந்த நிகழ்வுக்கு வருத்தம் தெரிவிச்சுக்கிறேன். எந்த உள்நோக்கமும் இல்லை. இந்த நிகழ்வுக்கு நான் வருத்தம் தெரிவிச்சுக்கிறேன். ബോഡി ഷേമിംഗ് നടത്തുന്നവരോട് കൃത്യസമയത്ത് തന്നെ എല്ലാവരും പ്രതികരിക്കണമെന്ന് നടി ഗൗരി കിഷനും പറഞ്ഞു. ആസിഫ് മുഹമ്മദാണ് ചേരുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ആസിഫ്, എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധ സ്വരമൊക്കെ ആണ് ഇക്കാര്യത്തിൽ പല ഇടങ്ങളിൽ നിന്നും ഉയർന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് കാർത്തിക് എന്നുള്ളതാണ്. നിലപാടിൽ ഉറച്ചു തന്നെ നിന്നു ഗൗരി കിഷൻ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഇന്ന് എങ്ങനെയാണ് ഇപ്പോൾ മാപ്പ് പറയുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത്? സ്വാമി, യൂട്യൂബർ SR കാർത്തിക് ഇതുമായി ബന്ധപ്പെട്ട എന്തായാലും അയാൾ മാപ്പ് പറയുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മാപ്പ് പറയുമ്പോഴും പുള്ളി ന്യായീകരണം നിർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുക. മാപ്പ് പറയുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. താൻ ദേഹനിന്ദ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇയാൾ ആവർത്തിച്ച് പറയുന്നത്. തൻ്റെ ചോദ്യം അത് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്തത്. താൻ രസകരമായ ഒരു ചോദ്യമാണ് താൻ ചോദിച്ചത്. അത് പക്ഷേ ആ രീതിയിൽ ആളുകൾക്ക് മനസ്സിലായില്ല എന്നുള്ള ഒരു ന്യായീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യം SR കാർത്തിക് നിർത്തുന്നത്. അതിനുശേഷമാണ് തൻ്റെ പരാമർശത്തിൽ, തൻ്റെ ചോദ്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷമം ഇതുമായി ബന്ധപ്പെട്ട നടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ താൻ മാപ്പ് പറയുന്നു എന്നുള്ള കാര്യം SR കാർത്തിക് പറയുന്നത്. മാത്രമല്ല, ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇയാൾ നടത്തിയ പ്രതികരണം അത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു ന്യായീകരണം നിർത്തിക്കൊണ്ടായിരുന്നു ഇയാൾ സംസാരിച്ചത്. അതിലും വലിയ വിമർശനം ഉണ്ടായിരുന്നു. താൻ നടിയോട് പിന്നെ സിനിമയെക്കുറിച്ചല്ലാതെ ട്രംപിനെക്കുറിച്ചും പ്രധാനമന്ത്രിയെക്കുറിച്ചും ചോദിക്കണമോ, തന്നോടാണ് മാപ്പ് പറയേണ്ടത്, തന്നെയാണ് വിഡ്ഢിയെന്ന് വിളിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഇയാൾ ഇന്നലെ വൈകുന്നേരം വലിയ രീതിയിൽ നടിക്കെതിരെ വീണ്ടും അധിക്ഷേപം ചൊരിഞ്ഞത്. അതിലും വലിയ വിമർശനം ഉണ്ടാവുകയും നടികർ സംഘം അടക്കമുള്ള സംഘടനകൾ വലിയ രീതിയിൽ ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് എന്തായാലും ഇന്ന് ഇയാളിപ്പോൾ മാപ്പപേക്ഷ നൽകിയിട്ടുള്ളത്. പക്ഷേ മാപ്പപേക്ഷ പറയുമ്പോൾ പോലും താൻ നടത്തിയത് ദേഹനിന്ദയാണ് എന്ന് ഇപ്പോഴും SR കാർത്തികിന് മനസ്സിലായിട്ടില്ല എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുക. തൻ്റെ വാദങ്ങൾ നിർത്തിക്കൊണ്ട് താൻ ദേഹനിന്ദ നടത്തിയിട്ടില്ല, താൻ രസകരമായ ഒരു ചോദ്യം ചോദിച്ചു, അത് അതേ രീതിയിൽ മനസ്സിലായിട്ടില്ല എന്ന് മാത്രം വിശദീകരിച്ചുകൊണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ ആണ് തനിക്ക് ന്യായീകരണം പറയാനുള്ളത്. പക്ഷേ അതേസമയം തന്നെ നടിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ വേദന ഉണ്ടായെങ്കിൽ താൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ എന്തായാലും അയാളുടെ വീഡിയോ സന്ദേശം ഇപ്പോൾ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം ഇപ്പോൾ കാർത്തിക് മാപ്പ് പറഞ്ഞു എങ്കിൽ പോലും ഇത്തരത്തിൽ ദേഹനിന്ദ നടത്തിയിട്ടില്ല എന്നതടക്കമുള്ള ന്യായീകരണവും നിരത്തുന്നുണ്ട് എന്നുള്ളതാണ്.